വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ ലാസറാണെങ്കിൽ ഇങ്ങനെ പിച്ചാത്തി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അന്നേരം ശിവനും പിന്നെ ചന്ദ്രയുമാണെങ്കിൽ അത് കാണുന്നില്ല. പക്ഷേ മുകളിൽ നിന്നും അന്നേരം സ്വാമിയും പിന്നെ മഹേന്ദ്രനും കൂടി ഇറങ്ങി വരികയാണ്. മഹേന്ദ്രൻ ഇത് കാണുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ ശിവ എന്നിങ്ങനെ പെട്ടെന്ന് വിളിക്കുമ്പോൾ ശിവനിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അന്നേരം വീണ്ടും പിന്നിൽ നിന്ന് കുത്തുന്നോടാന്നും പറഞ്ഞ് ലാസറിനെ വീണ്ടും അവിടെ അടിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസർ അങ്ങ് ഓടി പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ മഹേന്ദ്രനും കൂടെ സ്വാമിയും കൂടി അടുത്തേക്ക് വരുമ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ശിവൻ്റെ പിന്നിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ പെങ്ങളെ കൊണ്ടുപോവുകയാണ് അവളുടെ ഒരു ഇഷ്ടം നടത്തി കൊടുക്കാനായിട്ട്, അത് തടയരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ വീണ്ടും ശിവൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ ആ ഒരു ശിവ എന്നുള്ളൊരു വിളിയിലാണ് ആ ലാസറിൻ്റെ പിച്ചാത്തി പിടിയിൽ നിന്ന് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്. അത് അച്ഛൻ എന്നോടുള്ള കടമയാണ്, മകനോടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം. അതുപോലെ ഞാനും എൻ്റെ പെങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ നടത്തും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഞാൻ ഇവളെ കൊണ്ടുപോവുകയാണെന്ന് പറയുമ്പോൾ, നീ കൊണ്ടുപോയിക്കോ, 2 ദിവസം ആങ്ങളയുടെ കൂടെ പെങ്ങൾ വന്ന് നിൽക്കട്ടെ, പക്ഷേ ഇവളുടെ വിവാഹം അത് ഞാൻ നടത്തിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ മഹേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ്, ഞാൻ നടത്തുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് നീ അങ്ങനെ നടത്താനായിട്ട് വീണ്ടും ശ്രമിച്ചാൽ അത് ഞാൻ അവനെ പ്രകാശനെ ഇല്ലാതാക്കും എന്നിങ്ങനെ മഹേന്ദ്രൻ പറയുകയാണ്. അന്നേരം എൻ്റെ ജീവൻ എടുത്തതിന് ശേഷം മാത്രമേ പ്രകാശനിലേക്ക് അച്ഛൻ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അച്ഛനും മകനും തമ്മിലാണ് പോരാട്ടം നടക്കാൻ പോകുന്നത്. പിന്നെ മകൻ തോൽക്കാതിരിക്കാനായിട്ട് പിന്നെ ഞാൻ ശ്രമിക്കാം, ഞാൻ തോറ്റാൽ അച്ഛനതൊരു കുറച്ചിലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തടയിടാനായിട്ട് വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ചന്ദ്രയെ ആ ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറ്റി ഇരുത്തുന്നുണ്ട്. എന്നിട്ടും ശിവൻ കുറേയൊക്കെ ഡയലോഗ് മഹേന്ദ്രനോട് പറയുന്നുണ്ട്. പക്ഷേ മഹേന്ദ്രനാണെങ്കിൽ തിരിച്ചൊന്നും പറയാനായിട്ട് അങ്ങനെ ശിവൻ അത്രയ്ക്ക് വാശി പറയുമ്പോൾ ഒന്നും പറയാനും സാധിക്കില്ല. ആങ്ങളെയും പെങ്ങളെയും കൂടി അച്ഛനെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്വാമി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവസാനം കുറേ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ചന്ദ്രയും കൂട്ടിക്കൊണ്ടങ്ങ് പോകുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ ഇങ്ങനെ ആകെ ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരം സ്വാമി ഇങ്ങനെ സാറേ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ മഹേന്ദ്രൻ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ജീപ്പിൽ പോകുമ്പോൾ ചന്ദ്ര ആകെ കരഞ്ഞ് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയാണ്. അന്നേരം ഏട്ടാ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ, അച്ഛനൊന്നും ചെയ്യില്ല, ഞാനില്ലേ കൂടെ, നീ പേടിക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ രാഘവൻ നായരാണെങ്കിൽ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ ചായ കൊണ്ട് കൊടുക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ദേഷ്യപ്പെടുന്നുണ്ട്, മണിക്കൂർ 3 ഞാൻ ചോദിച്ചിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നതെന്നൊക്കെ. അന്നേരം ശാലിനി കൂടി ഇല്ലാത്തതല്ലേ, പൊന്നി മാത്രമല്ലേ ഉള്ളൂ, എന്തെല്ലാം അവൾ ചെയ്യും എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അന്നേരം ഇപ്പം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ ശാലിനിയും വിഷ്ണു ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയും. നാളെ കഴിഞ്ഞ് ഇവിടെ ഒരു ചടങ്ങ് നടക്കാനായിട്ട് പോവുകയാണ്, അവരിവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ എന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ചായ കിട്ടാത്തതിലല്ല, അവർ വരാത്തതിലാണ് ദേഷ്യം എന്നൊക്കെ എല്ലാം പറയുന്നുണ്ട്. അന്നേരം അത് പിന്നെ ഇവിടെ നടക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് രാഘവൻ നായർ നിൽക്കുന്നുണ്ട്. അന്നേരം അവരുടെ ജോലിക്ക് പോയതല്ലേ, തിരക്കൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ സത്യഭാമൻ പറയുന്നത്. ഇത്രയും തിരക്കൊക്കെ മാറ്റി വെച്ച് അവരെങ്ങനെയാണ് ഇതിന് നിൽക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ, അപ്പോൾ എല്ലാത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളും ജോലിയൊക്കെയാണ്, എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും യാതൊരു വിലയില്ലല്ലേ, ഞാനൊരു ജോലിയും കൂലി ഇല്ലാത്തവനല്ലേ എന്നും പറഞ്ഞ് രാഘവൻ നായർ കൂടി സങ്കടപ്പെടുകയാണ്. അന്നേരം ഭാമയ്ക്കും വിഷമാവുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ സത്യങ്ങൾ പറയാൻ നിവർത്തിയില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞിട്ട് ഭാമ നിൽക്കുകയാണ്. പൊന്നിയും പിന്നാലെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഓട്ടോയിൽ ശാലിനി എത്തുന്നുണ്ട്. അന്നേരം ആ വണ്ടി കേടായെന്നല്ലേ പറഞ്ഞത്, അവരായിരിക്കും എന്നും പറഞ്ഞ് രാഘവൻ നായർ നോക്കി നിൽക്കുമ്പോൾ ശാലിനി മാത്രമേ ഇന്ന് ഇറങ്ങുന്നുള്ളൂ. അന്നേരം വിഷ്ണു എന്ത് ചെയ്യുന്നൊക്കെ രാഘവൻ നായർ അങ്ങോട്ട് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഒന്നും മിണ്ടുന്നില്ല, ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം ഭാമ പെട്ടെന്ന് പറയുന്നുണ്ട്, അത് വണ്ടി വർക്ക്ഷോപ്പിലല്ലേ, വിഷ്ണു ശരിയാക്കാൻ പോയതായിരിക്കും അല്ലേ മോളെ നീ പറയുമ്പോൾ, അതെ വിഷ്ണുവേട്ടൻ വർക്ക്ഷോപ്പിലാണെന്നിങ്ങനെ ശാലിനി രാഘവൻ നായർക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. അന്നേരം എന്തൊക്കെ പറഞ്ഞാലും കേട്ടാലും ശരി തന്നെ, ഇന്ന് വൈകുന്നേരം വിഷ്ണു ഇവിടെ ഉണ്ടാകണം, നാളെ നടക്കാൻ പോകുന്നത് ഒരു കല്യാണമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ അന്തം വിട്ട് രാഘവൻ നായർ നോക്കുകയാണ്. അന്നേരത്തേക്ക് പൊന്നി വന്ന് ശാലിനിയുടെ ബാഗൊക്കെ അങ്ങോട്ട് വാങ്ങിക്കുന്നുണ്ട്. അന്നേരം കല്യാണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ അമ്പലത്തിൽ പോയൊരു വഴിപാടായിട്ട് നടത്തിയ പോരെ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അതൊന്നും പറ്റിയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വിവാഹം കഴിഞ്ഞിട്ട് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടായ, ഇതൊക്കെ നടത്തുമ്പോൾ അതൊക്കെ ഇങ്ങോട്ട് മാറിക്കിട്ടും അല്ലേ പൊന്നി, അങ്ങ് മാറില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പൊന്നി പെട്ടെന്ന് പറയുന്നുണ്ട്, വഴിപാട് നടത്തിയാൽ മാറും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പൊന്നി ശാലിനി പെട്ടെന്ന് ദേഷ്യത്തോടെ നോക്കുമ്പോൾ, അല്ല സാറേ മുഴുവനായിട്ടും മാറില്ല എന്നിങ്ങനെ പൊന്നിയും പറയുന്നുണ്ട്. അന്നേരം വീണ്ടും ശാലിനി ഇങ്ങനെ എതിർത്ത് നിൽക്കാനായിട്ട് നോക്കുമ്പോൾ രാഘവൻ നായർ ഒരു തരത്തിനും വിട്ടുകൊടുക്കുന്നില്ല. ഇന്ന് വൈകുന്നേരം വിഷ്ണു ഇവിടെ ഉണ്ടായിരിക്കണം, നാളെ ചടങ്ങ് നടത്തിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, ആ പിള്ള എവിടെ, ഞാൻ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞതാണല്ലോ, ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് നിൽക്കാം, അപ്പോഴത്തേക്ക് അയാൾ വരുമായിരിക്കും എന്നും പറഞ്ഞ് രാഘവൻ നായർ ഡ്രസ്സ് മാറാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഭാമയോട് ശാലിനി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്, എന്താ സത്യാമ്മ ഇത്, പിന്നെ വിഷ്ണുവേട്ടൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനാ വിഷ്ണുവേട്ടന് വേണ്ടി അച്ഛൻ്റെ ഇതിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കഴുത്ത് നീട്ടി കൊടുക്കണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം എല്ലാം ഇങ്ങനെ
രാഘവേട്ടൻ ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ച് വച്ചിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയും. എല്ലാത്തിനും കാരണം വിഷ്ണു തന്നെയാണ്, അവൻ തന്നെയാണ്. അവനെ ഓർത്ത് ഞാൻ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ശാപം കിട്ടിയാൽ ഇഹലോകത്തും പിന്നെ പരലോകത്തും ഒരു കാലത്തും അവന് പിന്നെ മോക്ഷമൊന്നും കിട്ടില്ല, ഒരു സ്വൈര്യം കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഭാമയിലെ ശാപവാക്കെന്ന പോലെ പറയുമ്പോൾ പെട്ടെന്ന് ശാലിനി സത്യാമ്മ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം സങ്കടം കൊണ്ടാണ് മോളെ, അല്ലാതെ ഞാൻ എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ ഭാമയും പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഈ ഒരു ഇത് നടന്നാൽ ശാലിനി പിന്നെ ജീവിച്ചിരിക്കില്ല, ഞാൻ മരിക്കണം, അങ്ങനെ ഒരു മറ്റൊരാളുടെ മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും ഇത് മുടക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുക എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ ശിവൻ ഒന്ന് വരട്ടെ, അവൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ആരോട് അന്വേഷിച്ചാലും ചോദിച്ചാലും പറഞ്ഞാലും വേണ്ടില്ല, ഈ ഒരു ചടങ്ങ് മുടങ്ങുക, അത്രേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശാലിനി നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്നറിയാതെ ഭാമ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പൊന്നി നിൽക്കുകയാണ്. അതേസമയം ചന്ദ്രയും കൊണ്ട് ശിവനാണെങ്കിൽ കമലിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ എവിടെ വഴിയിൽ വെച്ചാണ് ഇങ്ങനെ കാണുന്നത്. നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി ഓട്ടോ സ്റ്റാൻഡിലേക്ക് നോക്കിയെന്ന് പറയുകയാണ്. അന്നേരം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടോ എന്ന് പറയുമ്പോൾ ചന്ദ്ര ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഞാൻ അച്ഛനെ പിന്നെ വഴക്കിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് വന്നതാണ്, അപ്പോൾ ഇവളെ സേഫായിട്ട് താമസിപ്പിക്കാനായിട്ടൊരു പിന്നെ സ്ഥലം വേണമെന്ന് പറയുകയാണ്. അന്നേരം വാടക വീടാണോ ഉദ്ദേശിക്കുന്നത് അതോ ഹോസ്റ്റലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വീട് മതി, സേഫായിട്ട് അച്ഛൻ പെട്ടെന്നൊന്നും തേടി വരാത്ത സുരക്ഷിതമായ സ്ഥലം എന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ വീട്ടിൽ സുരക്ഷിതമാവില്ല, പിന്നെ ഉള്ളത് ഒരു സ്ഥലമുണ്ട്, പെട്ടെന്ന് തൊണ്ടരുണ്ട് എന്നുള്ളതാണ്. ഒരാളാണ് ഗുണ്ടാപ്പണിയൊക്കെ ഇത്തിരി വശമുള്ള ആളാണ്, അത് അവിടെ ആകുമ്പോൾ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, ആരും പെട്ടെന്ന് അങ്ങനെ അതിക്രമിച്ചൊന്നും കയറില്ല എന്ന് പറയുകയാണ്. അന്നേരം ആരാണെന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ പേര് വേലായുധൻ, ഇച്ചിരി തല്ലിപ്പൊളിയാണെന്ന് പറയുമ്പോൾ ആ പഴയ വേലായുധനെ തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു നസീറിൻ്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ബാലകൃഷ്ണൻ സഹായിച്ചില്ലേ, ആ പുള്ളിയെ തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അന്നേരം സുരക്ഷിതമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സുരക്ഷിതം തന്നെയാണ്, പിന്നെ കാശിനെത്തിയ ആർത്തി കൂടുതലാണെന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കാം, പിന്നെ എന്താടാ ചോദിക്കാൻ നിനക്ക് എന്ത് വേണമെന്നും പറഞ്ഞ് നിൽക്കുന്ന രീതിക്കുള്ള ആൾ തന്നെയാണ്, എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് ശിവൻ പറയുന്നുണ്ട്. അന്നേരം ശിവനിങ്ങനെ ചന്ദ്രയെ നോക്കുന്നുണ്ട്. ചന്ദ്ര ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് അവരങ്ങോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം വേലായുധൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ പോലീസുകാർ വന്ന് വേലായുധനെ എന്തോ ഒരു കേസിൻ്റെ കാര്യം പറഞ്ഞ് വീണ്ടും വേലായുധൻ പ്രശ്നം ഉണ്ടാക്കിയതിന് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടൊക്കെ തിരിച്ചു കൊണ്ടുവരികയോ അങ്ങനെ എന്തോ ഒരു പ്രശ്നം സംസാരിക്കുകയാണ്. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിനക്ക് വീണ്ടും തല്ല് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വേലായുധൻ പറയുന്നുണ്ട് അവന്മാർ തല്ലിയാൽ പിന്നെ എൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോകുമ്പോൾ ഞാനും പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിൻ്റെ ഈ സംസാരം തന്നെയാണ് നിനക്ക് ഭീഷണിയായിട്ട് വരുന്നത്, എവിടെയെങ്കിലും കിടന്നാൽ നമ്മൾ തന്നെ വാരിപ്പറക്കിക്കൊണ്ട് വരണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ അകത്തെങ്ങാനും പൂട്ടിയിടണമെന്നൊക്കെ ഈ ഭാര്യയോടും മോളോടൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ പോകുന്നുണ്ട്. അന്നേരം ഈ ഭാര്യ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാലത്ത് നന്നാവില്ല, എന്തിനാ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് അവന്മാർ പണ്ടെങ്ങോ തല്ലിയ കേസാണ്, അവന്മാർ ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് കെട്ടിച്ചു വിട്ട വീടിന് വീട്ടിൽ വന്ന് നിൽക്കുകയാണ്, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും വഴി ഉണ്ടാകും എന്നൊക്കെ വേലായുധൻ പറയുന്നുണ്ട്. ഈ സമയത്താണ് ഇങ്ങനെ കമലിൻ്റെ ഓട്ടോ ആദ്യം വരുന്നുണ്ട്, പിറകിലെ ജീപ്പിൽ വിഷ്ണുവിൻ്റെ ജീപ്പിൽ ശിവനും പിന്നെ ചന്ദ്രയും കൂടി വരുന്നുണ്ട്. അന്നേരം കമൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്താടാന്നിങ്ങനെ ഒരു ദേഷ്യഭാവത്തിലേക്കാണ് വേലായുധൻ ചോദിക്കുന്നത്. അന്നേരം പറയുന്നുണ്ട് വേലായുധൻ ചേട്ടൻ മുമ്പ് വീട് വാടകയ്ക്ക് കൊടുക്കുന്ന കേസ് പറഞ്ഞില്ലായിരുന്നു, ഞാനൊരു പാർട്ടിയും കൊണ്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ വീട് തന്നെയാണ് നമ്മൾ പുറകിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഉഗ്രം ഒരു പാർട്ടി തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആശാൻ്റെ സ്വന്തം പെങ്ങളാണ് വന്നിരിക്കുന്നത്, പെങ്ങളുടെ കല്യാണക്കാരുമായിട്ട് വീട്ടിൽ അച്ഛനുമായിട്ടൊന്ന് ഉടക്കി, അപ്പോൾ കല്യാണം കഴിയുന്നവരെ സുരക്ഷിതമായിട്ട് താമസിക്കാനായിട്ട് എന്ന് പറയണം എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നേ ഉള്ളൂ, ചന്ദ്രയോട് ഇറങ്ങാൻ പറയുകയാണ്. ചന്ദ്ര ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇതാണ് ആൾ എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, പുലിവാലൊന്നും ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വേലായുധനാണെങ്കിൽ. അങ്ങനെ കമലം പറയുന്നുണ്ട് ഇല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചോദിക്കുന്ന കാശ് കിട്ടുമെന്ന് പറയുകയാണ്. കാശൊക്കെ എവിടെ നിൽക്കട്ടെ, ഏത് കുടുംബത്തെയാണ്, ഏതോ വലിയ കുടുംബം എന്ന് പറഞ്ഞല്ലോ, ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. വലിയ കുടുംബം തന്നെയാണ്, മാണിക്കോത്ത് മഹേന്ദ്രൻ എന്ന് പറയുന്നുണ്ട്, വലിയ പുള്ളിയാണ് എന്നിങ്ങനെ കമലം പറയും. അപ്പോൾ പുള്ളിയല്ല പുലി കാണല്ലേ, അപ്പോൾ പുലിയോടാണ് ഞാൻ കിടപിടിക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശിവൻ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ശിവൻ ഇങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇല്ല, ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ വേലായുധൻ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട് ആ പുലിയുടെ മകനാണ് ഞാൻ, പേര് പിന്നെ ശിവൻ എന്നിങ്ങനെ പറയുമ്പോൾ വേലായുധൻ ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട്. അന്നേരം കല്യാണം കഴിയുന്നത് രണ്ട് ദിവസം, അതിനുള്ളിൽ ഞാൻ ഇവിടെ വന്ന് കൊണ്ടുപോകും, ഇവിടെ സുരക്ഷിതമായിരിക്കണമെന്ന് പറയുകയാണ്. അന്നേരം കല്യാണം ഒക്കെ കഴിക്കുന്നതൊക്കെ കുട്ടിയുടെ ഇഷ്ടമാണ്, ഇഷ്ടമുള്ള ആളിനെ വിവാഹം കഴിക്കാവൂ, അല്ലാതെങ്കിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എനിക്കും ഉണ്ടൊരു മോള് റാണി, ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല, മോളിവിടെ സുരക്ഷിതമായിരിക്കും, എൻ്റെ മോള് റാണി കൂട്ടിനും ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കേട്ടാന്നിങ്ങനെ ചന്ദ്ര വിളിക്കുകയാണ്. അന്നേരം ഒരു കുഴപ്പമില്ല, അച്ഛൻ്റെ കണ്ണെത്താത്ത ഇവിടെ സുരക്ഷിതമാണെന്ന് തോന്നുന്നു, മോൾ 2 ദിവസം ഇവിടെ നിൽക്കുമെന്ന് ശിവനാണെങ്കിൽ പറയുന്നുണ്ട്.
അതിനുശേഷം രാഘവൻ നായർ പിള്ളയും കൂട്ടിക്കൊണ്ട് ഓട്ടോയിലൊരു സ്വർണ്ണക്കടയിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം അവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ എന്തിനാ സാറേ എന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ട്, താൻ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് പിള്ളയും കൊണ്ട് രാഘവൻ നായർ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ വിഷ്ണുവിൻ്റെ ശാലിനിയുടെ വെഡിങ് ആനിവേഴ്സറിയിലേ വരുന്നത് നാളെ, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു മോതിരം വാങ്ങാമെന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ വേണോ സാറേ എന്ന് പിള്ള ചോദിക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ കടുംപിടുത്തം തന്നെയാണ്. അന്നേരം വാങ്ങാമെന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് കാശൊക്കെ വേണ്ടേന്ന് ചോദിക്കുകയാണ്. പിള്ളയുടെ കയ്യിലൊരു കവറുണ്ട്. അന്നേരം തൻ്റെ കയ്യിലിരിക്കുന്ന കവറില്ലേ അതിനകത്ത് കാശാണെന്ന് പറയുമ്പോൾ പിള്ള തുറന്ന് നോക്കുമ്പോൾ ഈശ്വര കാശൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. രാഘവൻ നായർ 2 മോതിരം വേണമെന്ന് പറയുമ്പോൾ മോതിരം എടുക്കുന്നുണ്ട്. അത് 2 വേണമേ, ചെറുക്കനും പെണ്ണിനെ അങ്ങോട്ട് മാറാനാണെന്നൊക്കെ പറയുമ്പോൾ അത് നോക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു താലി കൂടി വേണമെന്ന് പറയുകയാണ്. അന്നേരം പിള്ള ചോദിക്കുന്നുണ്ട് എന്തിനാ സാറേ താലിയും ചോദിക്കുന്നുണ്ട്. അന്നേരം എന്തായാലും മോതിരം മാറുകയില്ലേ, ഒരു താലി കൂടി കെട്ടിക്കോട്ടെ, മംഗളാകട്ടെ എന്ന് പറയുകയാണ്. എന്നാൽ ഇത് കറക്റ്റ് അല്ലേടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിള്ള ആകെ വിഷമിക്കുന്നുണ്ട്. എന്നാലും എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് വെച്ചിരിക്കുകയല്ലേ, ഇനി ഞാൻ മുടക്കം പറഞ്ഞിട്ട് എന്താ, അത് കൊള്ളാമെന്നൊക്കെ പിള്ള പറയുന്നുണ്ട്. തുടർന്ന് അവരെല്ലാം സെലക്ട് ചെയ്ത ശേഷം തൂക്കി നോക്കിയിട്ട് ഇത് നമുക്ക് പണം അടയ്ക്കാടോ എന്ന് പറഞ്ഞിട്ട് ബില്ല് സെക്ഷനിലേക്ക് വന്നിട്ട് ഈ പൈസ പിള്ളയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് രാഘവൻ നായർ കൊടുക്കുന്നുണ്ട്. അന്നേരം അതിങ്ങനെ മെഷീനിലിട്ട് എണ്ണുന്നു. ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരാൾ മുതലാളിയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സീനേ കാണിക്കുന്നുള്ളൂ. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇനി സത്യഭാമയ്ക്ക് അറിയാവുന്ന ആളാണെങ്കിൽ മിക്കവാറും വിളിച്ചു പറയുമായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അതിനടുത്ത എപ്പിസോഡിൽ ആ വെഡിങ് ആനിവേഴ്സറിയുടെ ആ ഒരു ആഘോഷം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇനി താലി കെട്ടുമോ മോതിരം മാറുമോ എന്നുള്ളതൊക്കെയാണ്, അതിന് മുടക്കം വരുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. ആളിലേക്ക് വിളിച്ചു കൂട്ടുമ്പോൾ വിഷ്ണു അല്ല എന്നുള്ളത് ആളുകളൊക്കെ അറിയുമല്ലോ. ഈ രാഘവൻ നായർക്ക് മാത്രമല്ലേ വിഷ്ണു അല്ല, ശിവന് അല്ല വിഷ്ണു ആണ് എന്നുള്ളൊരു തോന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ബോധമുണ്ടല്ലോ. അപ്പോൾ അതിനി എന്താകും എന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.